അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഷഅബാനിൻ്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുങ്ങിയോ അതോ നമ്മൾ അശ്രദ്ധരാണോ? അശ്രദ്ധ ഹൃദയത്തിൻ്റെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഹൃദയത്തിൻ്റെ പല അവസ്ഥകളിലും ഏറ്റവും അപകടം പിടിച്ചൊരവസ്ഥയാണ് അശ്രദ്ധ നിങ്ങൾ നോക്കുക. ഒരു ഡ്രൈവർ തൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങിനിടയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമാണ്. വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന പൈലറ്റ് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ, ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയ അപകടങ്ങൾ, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായേക്കും. ആഖിറത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ആഖിറത്തിൻ്റെ കാര്യത്തിൽ ഭൗതിക ലോകത്ത് ഇത്രത്തോളം നഷ്ടമാണെങ്കിൽ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ മൂലം ഭയങ്കരമായ നഷ്ടങ്ങളാണ് നമുക്ക് വരാനുള്ളത്. ഇതിനെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരായേ പറ്റൂ. അശ്രദ്ധ പാടില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോടുകൂടെ ആവണം വിശ്വാസികൾ നീങ്ങേണ്ടത്. നമ്മുടെ റോഡുകളിൽ അപകടം വരാതിരിക്കാൻ എന്തെല്ലാം അശ്രദ്ധകളെ ഉണർത്തുന്ന, അശ്രദ്ധ ആയി പോകുന്നതിനെ തൊട്ട് ഉണർത്തുന്ന എന്തെല്ലാം സംവിധാനങ്ങളാണ്. ചിലയിടത്ത് ഹമ്പുകൾ സ്ഥാപിക്കുന്നു, ചിലയിടത്ത് പ്രത്യേക ബോർഡുകൾ സ്ഥാപിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ അപകട മേഖലയാണ്. അപ്പോൾ യാത്രക്കാർ ഗതാഗത നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. എന്നാൽ ഇതേപോലെ ആഖിറമാകുന്ന പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ഒരുപാട് അശ്രദ്ധകൾ നമ്മളെ തേടിയിരിക്കുന്നു. നമ്മളെ ശ്രദ്ധ തെറ്റിക്കുന്ന നിരവധി കാര്യങ്ങൾ, അതിനെ തൊട്ട് തിരുത്താൻ അള്ളാഹു നിരവധി മാർഗങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. ഉദാഹരണമായി പരലോകത്തെക്കുറിച്ച് മറക്കാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ എത്ര ഖബറുകളാണ്, എത്ര ജനാസകളാണ് പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതുള്ളത്. അതുപോലെ 5 നേരം തിരക്കുകൾക്കിടയിൽ നിസ്കാരം മറന്നുപോകാതിരിക്കാൻ ഉറക്കെ ഉച്ചഭാഷണിയിൽ ബാങ്ക് മുഴക്കപ്പെടുന്നു. നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. ഇനി ഒരാൾ അഹന്തയിൽ ഒരുപാട് അഹങ്കരിക്കുന്ന സമ്പത്ത് കൊണ്ട് 4 രൂപ കയ്യിൽ വന്നപ്പോൾ തൻ്റെ അഹങ്കാരത്തിന് അതിരില്ലാത്ത ഒരവസ്ഥ വരാതിരിക്കാൻ എന്തെല്ലാം പരീക്ഷണങ്ങളാണ്, പ്രകൃതിക്ഷോഭങ്ങളാണ് നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല തെളിയിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഞാനൊരു പൂർണ്ണനാണെന്ന് വിചാരിക്കുന്നതിൻ്റെ മുന്നിൽ എത്ര വികലാംഗരെയാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. എത്ര കണ്ണ് കാണാത്തവർ, എത്ര ചെവി കേൾക്കാത്തവർ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എന്തെല്ലാം അള്ളാഹു നമുക്ക് തന്നു എന്നതിന് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത്തരം അനുഭവങ്ങൾ, അത്തരം ആളുകളുടെ കഷ്ടതകൾ, പ്രയാസങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ്. എന്നാൽ നാം ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? പരിശുദ്ധ റമദാനു ഷരീഫ് അടുത്തെത്തിയിരിക്കും. അതിൻ്റെ മുമ്പുള്ള വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ അശ്രദ്ധയെ മാറ്റേണ്ട വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഷഅബാൻ. റമദാനിലേക്ക് എത്തും മുമ്പ് ഷഅബാനിൽ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. കൃത്യമായി നീങ്ങണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. നോമ്പ് ഖളാ ഉള്ള ആളുകൾ നിർബന്ധമായും അത് എത്രയും വേഗം ഖളാ വീട്ടാൻ ഒരുങ്ങണം. നോമ്പ് നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിലുള്ള മുദ്ദ് കൊടുക്കേണ്ട ആളുകൾ ഇനി വൈകിപ്പിക്കാൻ പാടില്ല, അതെല്ലാം കൃത്യമാക്കണം. റമദാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീടുകളിൽ, അയൽവക്കങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെയുള്ള ദരിദ്രരായ ആളുകൾക്ക് പരിശുദ്ധ റമദാൻ ഭംഗിയാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയേ പറ്റൂ. എല്ലാം ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. ജാഗ്രത കൈവിടാൻ പാടില്ല, അശ്രദ്ധയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. ഷുജായി മൊയ്ദ് മുസ്ലിയാർ പറഞ്ഞതുപോലെ ആനവറുകൾ പറഞ്ഞു, നാളൊന്നു പോവട്ടെ നാളെ ആവട്ടെ, നാളേക്ക് നാളെ ഈ നീളം വിട്ടാട്ടെ. എനിക്കിനിയും സമയമുണ്ട് എന്നൊരിക്കലും ധരിക്കാൻ പാടില്ല. സമയമില്ല. നമ്മുടെ ആയുസ്സിൽ വിലപ്പെട്ട സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റമദാൻ ഒരു പക്ഷേ അവസാന റമദാനാകാം. കഴിഞ്ഞ റമദാനിൽ കൂടെ ഉള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് അശ്രദ്ധ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടത് ശ്രദ്ധിക്കണം. ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റമദാനിനെ പോലെ തന്നെ എന്ന് പറയണം. റമദാനിനെ പോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഷഅബാനിനെ ശ്രദ്ധിക്കുന്നു, കൂടുതൽ നോമ്പെടുക്കുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, ലം അറകത്ത് സൂമു ഷഹറം മിന ശുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ. നബിയെ, ഷഅബാനിൽ എത്രയാൾ തങ്ങൾ നോമ്പെടുക്കുന്നത്? ഇങ്ങനെ കാണാറില്ലല്ലോ മറ്റു മാസങ്ങളിലൊന്നും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ദാക ഷഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബ് റമളാനിൻ്റെ ഇടയിൽ ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പുണ്യമാസമാണ് ഷഅബാൻ. സത്യത്തിൽ റമളാനിലേക്കുള്ള മുന്നറിയിപ്പാണ്, ഒരുങ്ങാനുള്ള, ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്
നമ്മിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് വർഷിപ്പിക്കുമാറാവട്ടെ. ഈ വരുന്ന റമദാൻ ഏറ്റവും ഉപകാരമുള്ള റമദാനാക്കി തരുമാറാവട്ടെ. ആമീൻ. ഇനിയും ഒരുപാട് റമദാനുകൾ കിട്ടി രക്ഷപ്പെടാൻ അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.